ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് ഇങ്ങനെ നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വയ്ക്കാം. സ്റ്റാർ, 5 of cups, 10 of wands, 10 of swords, 7 of pentacles, 5 of wands, death and queen of swords ആണ്. അപ്പം മൊത്തത്തിലൊരു തേഞ്ഞൊട്ടിയ ദിവസം പോലെയാണ് കാണുന്നത്. ഇത് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരു പുതിയ ചുവടുവയ്പ്, ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു പുതിയ സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ആരംഭിക്കുന്നതായിരിക്കാം. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു നെക്സ്റ്റ് ഒരു പുതിയ തുടക്കം. ചിലപ്പോൾ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാവാം, പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതാവാം, പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുന്നതാവാം, പുതിയൊരു നിങ്ങളുടെ ലൈഫിൽ എന്താണോ എൻഡായി പോയിട്ടുള്ളത് അവിടെ ഒരു പുതിയ തുടക്കമാണ്. അവിടെ ഒരു ഡെത്ത് കാർഡുണ്ട്, അവിടെ ഒരു ഫുൾ കാർഡുണ്ട്. അപ്പോൾ എന്താണോ ഡെത്തായത് അതിൻ്റെ നെക്സ്റ്റ് ഘട്ടം നിങ്ങളുടെ ലൈഫിൽ ആരംഭിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളിതെടുക്കുക. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിൽ ഒരു പുതിയ തുടക്കം ഇന്നേ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സ്റ്റാർ കാർഡാണ്. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ്. ഈ ഫുൾ കാർഡ് പറയുന്നത് എന്തൊരു യാത്രയുണ്ടെന്നാണ്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കായിരിക്കാം ഒരു യാത്ര കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ആഫ്റ്റർ എ ലോങ് ബ്രേക്കിന് ശേഷമായിരിക്കാം നിങ്ങളൊരു യാത്ര പോകുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം മീൻസ് എന്തോ എൻഡായതിന് ശേഷമുള്ള പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്ലോയിൽ വന്നിരുന്ന ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി വീണ്ടും അത് റിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിന് ശേഷം നിങ്ങൾ തിരിച്ച് അതേ മേഖലയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കം, അതൊരു പുതിയ തുടക്കമാണ്. വളരെ ഫെർട്ടൈൽ ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഓക്കെ, നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടിരിക്കുന്നു. പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നു. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്റ്റാർ കാർഡ്. നിങ്ങൾക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനപരമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഈ എൻ്റെ പായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില സ്വഭാവ സവിശേഷതകൾ മുൻപ് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു എന്ന് വിചാരിക്കാം. അത് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് എൻ്റെ പായി പോയിട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഇവിടെ ഒരു വീണ്ടും റിജുവനേഷനാണ്. ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് റിജുവനേഷനാണ്, റീബർത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ ഒരു പഴയ സെൽഫിൻ്റെ വീണ്ടും നിങ്ങൾ പുതുക്കിയെടുക്കുന്നതായിരിക്കും. ഒരു സൈലൻസിന് ശേഷം, കുറച്ച് നാളത്തെ ഒരു സൈലൻസിന് ശേഷം നിങ്ങൾ ആ പഴയ നിങ്ങളെ പുതുക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, 5 of cups എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നിരാശയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് പാസ്റ്റിലാണ് നഷ്ടപ്പെട്ടു പോയ ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പ്രണയമായിരിക്കാം, നഷ്ടപ്പെട്ടു പോയ വീടായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ആവശ്യമില്ല. കാരണം അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ വീണ്ടും അതിനെ ഓർത്ത് സമയം എനർജിയൊക്കെ വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫ്യൂട്ടൈൽ എഫേർട്ടാണ്. ബിക്കോസ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് പോകേണ്ടുന്ന വഴി വിസിബിളാണ്, നിങ്ങൾക്ക് പോകാനുള്ള മേഖലകൾ നിങ്ങൾക്ക് വളരെ വിസിബിളാണ്, നിങ്ങൾക്കുള്ള ഓഫറുകൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പുതിയ അവസരങ്ങളുടെ ദിവസമാണ്. നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ടിരിക്കരുത്. നിങ്ങൾ പഴയ കാര്യങ്ങളെ വിട്ടുകളയുക. അത് സമയം കഴിഞ്ഞു. കാരണം മോങ്ങുക എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഏറ്റവും ലോവറായിരിക്കുന്ന സമയത്താണ് നിങ്ങൾ മോങ്ങുക എന്ന് പറയുന്നത്. ഇനി ഒരിക്കൽ പോലും നിങ്ങൾ ആ ഒരു എനർജിയിലേക്കല്ല ഉള്ളത്, നിങ്ങൾ ഒരു ഹയർ എനർജിയിലേക്ക്
നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിമേൽ നിങ്ങൾ അതിനെ ഓർത്ത് വേദനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ ഏറ്റവും നന്നായിട്ട് മേക്ക് യൂസ് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. ദെൻ 10 ഓഫ് വാണ്ട്സ്, നിങ്ങൾ ഇന്ന് എന്നും ചെയ്യുന്നതിലധികം ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് ഓവർ ബേർഡൻഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി നിറവേറ്റാനുണ്ട്. കൂടുതൽ ചുമതല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മുൻപുണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ ആത്മാർത്ഥത ഇല്ലാതെ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. മറ്റുള്ളവരുടെ ജോലിയും കൂടി ഏറ്റെടുത്ത് ചെയ്യുക. അതുപോലെ പിന്നെ മറ്റുള്ളവരുടെ കർമാസ് ഏറ്റെടുക്കുക എന്നൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ എന്ന് പറയുന്ന കുറ്റങ്ങളൊന്നും നിങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കരുത്. മറ്റുള്ളവർക്ക് പണം നൽകി സഹായിക്കുക, അല്ലെങ്കിൽ അതായത് അവരുടെ കർമ്മ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലും നമ്മൾ പോയി നിൽക്കാനായിട്ട് പാടില്ല. ഇന്നൊരു 10 ഓഫ് വാണ്ടും 10 ഓഫ് സോഡും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്ന് പറയുന്നത്, അതുപോലെ ഡെത്ത് ഒക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ 10 ഓഫ് വാണ്ട്, 10 ഓഫ് സോഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാർഡല്ല. പുതിയ തുടക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു പെയിൻഫുൾ എൻഡിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു സംരംഭം ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ഒഴിവായി പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ബാധ്യത വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇന്ന് എന്തായാലും ഓവർ ബേർഡൻ ആയിരിക്കും. തലയ്ക്ക് പ്രാന്ത് പിടിച്ചതുപോലെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും നാണം കെടുത്തുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രണയബന്ധം തകരുക, ജോലി നഷ്ടപ്പെടുക, പിന്നെന്താണ് വിശ്വാസവഞ്ചന കാണിക്കുക, സർജറിയൊക്കെ നടക്കുക, ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുക, മുറിവേൽക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ഈ 10 ഓഫ് സോഡിനുണ്ട്. അതുപോലെ അപവാദം കേൾക്കുക കേട്ടോ, അപവാദം കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നിൽ നിന്ന് കുത്തുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഈ 10 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എല്ലാവർക്കും അത് ബാധകമാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു 10 ഓഫ് സ്വോർഡിൻ്റെ എനർജി ഉണ്ട്. അതായത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്, ഒരു സൈക്കിൾ എൻഡ് ആവുന്നതാണ്. അതായത് നിങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലചക്രത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. പക്ഷെ അതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇന്നലെ നമ്മൾ ഈ 10 ഓഫ് സോഡ് 2-3 ദിവസം കൊണ്ട് നമ്മൾ ഈ 10 ഓഫ് സോഡ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും, വളരെ അധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വാഹനങ്ങളൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിക്കണം. വീഴുക, ഉയരങ്ങളിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ വീണിട്ട് കയ്യോ കാലൊക്കെ ഓടിയുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ ഉണ്ടേ. ദെൻ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ചില അവസരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചില ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്ത ജോലിയുടെ കൂലി കിട്ടിയിട്ടുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഫ്രൂട്ട് ഓഫ് ദ ലേബറാണിത്. നിങ്ങൾ ഇട്ട എഫേർട്ടിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നൊരു ഇതും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ലോസ് വന്നിട്ടുണ്ടാവും. ഈ നഷ്ടം വന്നതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്നിട്ട് അതിൽ ദുഃഖിച്ചിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, പക്ഷെ അതിൽ എഫേർട്ട് ഇട്ട് അത്രയും പൈസ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് കാണത്തില്ല. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു ദുഃഖത്തിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോറി. ദെൻ 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഒന്ന് സംഘർഷത്തിൻ്റെ കാർഡാണ്. കോമ്പറ്റീഷൻ, നിങ്ങളോട് മത്സരിക്കാൻ ആളുകളുണ്ട്. അതുപോലെ മാനസിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരിങ്ങനെ കുത്തി പറയുക, ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡ് തന്നെയാണ് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. ഇത് വീണ്ടും ഡെത്ത് കാർഡും 10 of Swords ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു മരണം കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ പ്രഷർ കൂടുതലുള്ളവർക്ക് ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. തലകറക്കം പോലുള്ള അസുഖങ്ങൾ, വീണ് പോവുക, തലയ്ക്ക് മന്ദത അനുഭവപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഡെത്ത് എന്ന് പറയുന്നതും ഒരു അവസാനമാണ്, ഒരു സൈക്കിളിൻ്റെ എൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഓവർകം ചെയ്യുള്ളൂ. അപ്പോൾ അത്രത്തോളം കുറച്ച് ഹെക്റ്റിക് ആയിരിക്കാം ഇന്ന് കടന്നു പോകേണ്ട സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു മാറ്റം, ഒരു ചേഞ്ച് വരുന്നതാകാം. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ് ഈ ഡെത്ത് എന്ന് പറയുന്നത്. അതായത് ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് അത് ഡെത്തായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ് ഡെത്ത് ആൻഡ് റീബർത്ത് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പം കുറച്ചൊരു അരിശം കൂടുതലായിരിക്കും, കുറച്ചൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവരോടും അരിശം പിടിച്ചിരിക്കുക, വാളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ വാളെടുത്ത ലങ്കക്കലി, അതില്ലേ ആ പാട്ട്, അതുപോലാണ്. എല്ലാവരോടും ഗുസ്തിക്ക് നിൽക്കുന്നൊരു ആളായിരിക്കാം ചിലപ്പോൾ ഇന്ന ദിവസം. ഭയങ്കര മൂഡ് സ്വിങ്സും ദേഷ്യമൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം എല്ലാവരോടും വഴക്കിന് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കിന് നിൽക്കുന്ന ആവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മറ്റുള്ളവർ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുക, കാർക്കശ്യത്തോടുകൂടി പെരുമാറുക, നമ്മുടെ ഹയർ അതോറിറ്റി നമ്മളോട് കാർക്കശ്യത്തോടുകൂടി പെരുമാറുക, ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചോദ്യം ചെയ്യാനോ നിങ്ങളോട് വളരെ കർശനമായിട്ട് ചില കാര്യങ്ങൾ പറയാനോ ഒക്കെ സാധ്യത ഉള്ളതായിട്ടാണ് ക്വീൻ ഓഫ് സോർഡ്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്നും കൂടെ ശ്രമിക്കൂ, നിങ്ങൾ കുറച്ചും കൂടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ദെൻ 2, എ ഇയർ ഫ്രം നൗ. ഒരു വർഷം കൂടി എടുക്കും നിങ്ങൾ പറയുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരു വർഷം കൂടിയെങ്കിലും എടുക്കും എന്ന് കാണുന്നുണ്ട്. ദെൻ ബി അസർട്ടീവ് ആണ്, ഉറച്ചു നിൽക്കുക എന്നാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. ബി അസർട്ടീവ്. ഓക്കെ, ഇതാണ് ഏഞ്ചൽസിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ലവേഴ്സ് സർക്കിൾ ആണെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതിന് മുമ്പ് കാര്യം പറയട്ടെ, പനി ചുമ ഒക്കെ വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വന്നാൽ എടുത്തോണം. കാരണം ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അത് മരുന്നൊക്കെ എടുത്ത് വെറുതെ പനിയാണെന്ന് വിചാരിച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നമ്മുടെ കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം എന്നൊരു ചാനൽ നമുക്കുണ്ട്. ആ ചാനൽ കുറച്ച് 800 സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. അതിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.